പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഏക മധ്യസ്ഥനായ മശിഹാ തമ്പുരാനെ ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ഈ വാക്യം. ഇത് മുഖാന്തരം പലർക്കും സംശയം തോന്നാം. ഏക മധ്യസ്ഥൻ മനുഷ്യർക്ക് ഇടയിൽ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഉണ്ടെങ്കിൽ മറ്റ് മധ്യസ്ഥന്മാരുടെ ആവശ്യമുണ്ടോ എന്നുള്ള ഈ വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു. പാപം മുഖാന്തരം പിതാവാം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യജാതിയെ തൻ്റെ യാഗം മുഖാന്തരം ഒന്നാക്കി തീർത്ത മധ്യസ്ഥതയാണ് കർത്താവിൻ്റെ മധ്യസ്ഥത. ആ ഒരു മധ്യസ്ഥതയ്ക്ക് പകരമായി വേറെ ആർക്കും നമ്മൾ ആ മധ്യസ്ഥ സ്ഥാനം കൊടുക്കുന്നില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാനായി പഠിപ്പിക്കണം. അപ്പോൾ കർത്താവ് ഒരു പ്രാർത്ഥന അവർക്ക് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ലോർഡ്സ് പ്രെയർ, കർത്തൃ പ്രാർത്ഥന. ഓരോ നിമിഷവും അത് ചൊല്ലുന്നു. അവിടെ എപ്രകാരം പ്രാർത്ഥിപ്പാനാണ് പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, എനിക്കാവശ്യമുള്ളത് തരണമേ എന്നാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരണമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ അത് തന്നെ ഒരു വലിയ മധ്യസ്ഥ പ്രാർത്ഥന. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. നാം ഒക്കെ പരസ്പരം മധ്യസ്ഥന്മാരാണ്, പരസ്പരം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. കർത്താവ് വലിയ മധ്യസ്ഥനായി നിൽക്കുന്നുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് പരിശുദ്ധ ശ്ലീഹന്മാരവരുടെ, പ്രത്യേകിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നു. യാക്കോബ് ശ്ലീഹാ തൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 16-ാം വാക്യത്തിൽ പറയുന്നു, ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാ പ്രവാചകന്റെ ഉദാഹരണം എടുത്തിട്ട് യാക്കോബ് ശ്ലീഹാ പറയുകയാണ്, ഏലിയാവ് ദേശത്ത് മഴ പെയ്യണ്ട എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദേശത്ത് മഴ പെയ്തില്ല. പിന്നീട് മഴ പെയ്യുവാനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അതുകൊണ്ട് നീതിമാന്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയ്ക്ക് വളരെ ഫലമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. ജീവനോടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവരെ കുറിച്ച് കർത്താവ് എന്താണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യത്തിൽ യഹോവയായ ദൈവം പറഞ്ഞതിനെക്കുറിച്ച് കർത്താവായ മശിഹാ തമ്പുരാൻ ആവർത്തിക്കുന്നു. യഹോവ പറഞ്ഞതിനെ ഉദ്ധരിക്കുന്നു. അവിടെ പറയുന്നു, ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, ഞാൻ ജീവനുള്ളവരുടെ ദൈവമാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ട അബ്രഹാമും ഇസഹാക്കും യാക്കോബും
ഇന്നും ജീവിക്കുന്നുവെന്നാണ് യഹോവയായ ദൈവം പറഞ്ഞത്. പുത്രൻ തമ്പുരാൻ അത് ആവർത്തിച്ചു പറയുന്നു. പരിശുദ്ധന്മാർ മരിക്കുന്നില്ല, അവർ ജീവിക്കുകയാണ്. ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ മരിക്കുന്നില്ല, അവർ ജീവിക്കുകയാണ്. ഇന്ന് നാം പെരുന്നാൾ ആഘോഷിക്കുന്ന മഹാപരിശുദ്ധനായ ഗീവർഗീസ് സഹദ ഇന്നും ജീവിക്കുകയാണ്. അദ്ദേഹം ഇന്ന് നമുക്ക് വലിയൊരു മധ്യസ്ഥനായി വർത്തിക്കുകയാണ്. 12-ാം സങ്കീർത്തന 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നു, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കും. സങ്കീർത്തനക്കാരൻ നിലവിളിക്കുകയാണ്. എന്തോ അപകടം വരാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്തയിലാണ് സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നത്. ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഭക്തന്റെ ലക്ഷണം? അവർ വിശ്വസ്തരാണ്. ഭക്തന്മാർ, നീതിമാന്മാർ വിശ്വസ്തരാണ്. ആരോടൊക്കെ അവർ വിശ്വസ്തരാണ്? ഒന്നാമതായിട്ട് അവർ ദൈവത്തോട് വിശ്വസ്തരാണ്. വിശുദ്ധനായ ഗീവർഗീസ് സഹദ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയവനാണ്. ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ആ പിതാവ് യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ ക്രിസ്തു ഭക്തിയിൽ വളരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ തൻ്റെ ജോലി ഉപേക്ഷിക്കുകയാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന ഗീവർഗീസ് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജോലി വേണ്ട എന്ന് വയ്ക്കുകയാണ്. ക്രിസ്ത്യാനികളെ സഹായിക്കുവാൻ തക്കവണ്ണം, വിശ്വാസത്തിൽ നിലനിർത്തുവാൻ തക്കവണ്ണമുള്ളതായ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് നൽകുവാൻ തക്കവണ്ണം അദ്ദേഹം തയ്യാറാകുകയാണ്. ഡയോക്ലീഷ്യൻ ചക്രവർത്തി വളരെ ഇഷ്ടപ്പെട്ടിരുന്ന, വിശ്വസ്തനായി കരുതിയിരുന്ന ഗീവർഗീസ് രാജിവെക്കുന്നതായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മേൽ ഒരു ചുമതലക്കാരനെ, ദിദിയാനോസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു. ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും ഗീവർഗീസിനെ പിന്തിരിപ്പിക്കുവാനായിട്ട്, ചെറിയ ചെറിയ പീഡകൾ നൽകി പിന്തിരിപ്പിക്കുവാനായിട്ട് ഗീവർഗീസിനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അതിനൊന്നും അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നതായി ജനത്തെ ഒന്ന് കാണിച്ചാൽ മതി, നിന്നെ ഈ പീഡകളിൽ നിന്നൊക്കെ രക്ഷിക്കാമെന്ന് പറയുമ്പോഴും ഗീവർഗീസ് അതിന് വഴിപ്പെടുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥമായ ക്രിസ്തു ഭക്തിയിൽ ജീവിക്കുവാനായി, ക്രിസ്തുവിന് വേണ്ടി മരിക്കാനായി അദ്ദേഹം തയ്യാറാകുകയാണ്. കർത്താവിനു വേണ്ടി പീഡകൾ സഹിക്കുവാൻ തക്കവണ്ണം യാതൊരു പ്രയാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹാവായി റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതായ വാക്യം രാവിലെ ലേഖനം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെ പറയുന്നു, ക്രിസ്തു സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുന്നത് എന്താ? കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ? ക്രിസ്തു സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്തുവാനായിട്ട് യാതൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറയുന്ന പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ മനോഭാവത്തോടുകൂടെ നിലകൊള്ളുന്ന ഒരു വിശുദ്ധനായ ഗീവർഗീസിനെയാണ് കാണുന്നത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാനുള്ളതായ ആ ഒരു മനോഭാവം പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം സഹിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. പ്രിയമുള്ളവരെ,
ക്രിസ്ത്യാനികളായി ജീവിക്കുന്നത് വഴി പീഡകൾ സഹിക്കേണ്ടി വന്നാലും അത് സഹിപ്പാൻ തക്കവണ്ണമുള്ള താല്പര്യത്തോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമുക്കൊക്കെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ. എന്നാൽ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ വിശ്വാസവും ക്രിസ്തുഭക്തിയും എവിടെയായിരിക്കും എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ക്രിസ്തുവിനെ സാക്ഷിക്കുവാനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനായിട്ട് നാം തയ്യാറാകണം. അപ്പോഴാണ് ഈ പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷം അർത്ഥവത്താവും. രണ്ടാമതായിട്ട് തന്നോട് തന്നെ വിശ്വസ്തത പുലർത്തുന്നു നീതിമാന്മാർ, ദൈവഭക്തന്മാർ. ഇവിടെ വിശുദ്ധനായ ഗീവർഗീസ് സഹദ ദൈവത്തോടുള്ള, ക്രിസ്തുവിനോടുള്ള ഭക്തിയിൽ ജീവിച്ചത് വഴിയായി തന്നോട് തന്നെ വിശ്വസ്തത പുലർത്തുകയാണ്. ഇന്നത്തെ എവൻഗേലിയൻ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും അത് ആവർത്തിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യം, നിങ്ങൾ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നുവെങ്കിൽ നിനക്കെന്ത് പ്രയോജനം? തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ അതിനെ പ്രയോജനപ്രദമുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം വിശുദ്ധനായ ഗീവർഗീസ് ശ്രമിക്കുകയാണ്. തൻ്റെ ഈ ലോക ജീവിതത്തിൽ തനിക്ക് പല കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും തൻ്റെ ആത്മാവിനെ നശിപ്പിക്കാതെ അതിനെ ശോഭിപ്പിക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. പട്ടാളക്കാരെ കുറിച്ച് പഴയ കാലത്തെ ജീവിതചര്യകൾ മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് ഭരണാധികാരി ചില അധികാരങ്ങൾ നൽകുന്നുണ്ട്, അവകാശങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ തന്നെയും നൽകാത്ത പല അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അവർ ഉപയോഗിക്കുന്നവരായിരുന്നു. സമൂഹത്തിൽ പലരുടെ മേലും അധികാരം ചെലുത്തുവാൻ തക്കവണ്ണമുള്ള ശ്രമമൊക്കെ ചെയ്തിട്ടുള്ളവരാ. പല തിന്മകളും ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ഇടയായിട്ടുള്ളവരാണ്. എന്നാൽ വിശുദ്ധനായ ഗീവർഗീസിനെ സംബന്ധിച്ച് ഈ ലോകപരമായ തിന്മകളിൽ നിന്ന് അകന്നു ജീവിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചു. ഒരു പുരോഹിതനോ ഒരു സന്യാസിയോ മഹാപുരോഹിതനോ ശമ്മാശനോ ഒന്നും ആയിരുന്നില്ല ഗീവർഗീസ് സഹദ. വെറും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇത്രമാത്രം വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വളരാനായിട്ട് ഇടയായത് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയാണ്, ദൈവത്തിലുള്ള ആശ്രയമാണ്. പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭകളും എല്ലാം തന്നെ മിക്കവാറും സഭകൾ വിശുദ്ധനായ ഗീവർഗീസിനെ വിശുദ്ധനായി കാണുകയും അദ്ദേഹത്തെ വിശുദ്ധനായി കണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ സമൂഹം മാത്രമല്ല, മറ്റ് വിധ മതങ്ങളിൽപ്പെട്ടവരും അനേകം ആളുകൾ ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം എത്ര വലുതാണെന്നുള്ളത് നാം ഒന്ന് തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. സാധാരണക്കാരായി ജീവിക്കുന്നവർക്കും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിശുദ്ധൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ നേടിയെടുക്കുക മാത്രമാകരുത് നമ്മുടെ ലക്ഷ്യം. ആ വിശുദ്ധൻ്റെ ജീവിതം നമ്മുടെ ജീവിതമായി പകർത്തുമ്പോഴാണ്
ആ മധ്യസ്ഥത പൂർണ്ണമാകും. പെരുന്നാൾ ആഘോഷം അർത്ഥവത്താണ്. മൂന്നാമതായിട്ട് സമൂഹത്തോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് യഥാർത്ഥ ദൈവഭക്തന്മാർ. വിശുദ്ധനായ ഗീവർഗീസ് സഹദായെ സംബന്ധിച്ചും അത് അർത്ഥവത്താണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പലസ്തീനിലെ ലിഡായിക്കടുത്തുള്ളതായ സെലന്യ എന്ന ഗ്രാമത്തിൽ ഒരാപത്തുണ്ടാകുമ്പോൾ ഭീകരനായ ഒരു സർപ്പത്തിൻ്റെ സാന്നിധ്യത്താൽ ഗ്രാമം മുഴുവനും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഗ്രാമത്തെ, ആ ദേശത്തെ സഹായിക്കുവാൻ തക്കവണ്ണം തയ്യാറായി നിൽക്കുന്ന ഒരു വിശുദ്ധനായ ഗീവർഗീസ് സഹദ തൻ്റെ സമീപമായ ഗ്രാമമാണ്. എനിക്ക് വലിയ പരിചയമൊന്നുമുള്ള ആളുകളല്ല എങ്കിൽ തന്നെയും അവരുടെ പ്രശ്നം മനസ്സിലാക്കി അതിൽ ഇടപെടുന്ന ഒരു പരിശുദ്ധനാണ്. തനിക്ക് ദോഷം വരുമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും അവരുടെ പ്രേരണയ്ക്ക് വശംവദനാകുന്നില്ല. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് നേരിടുകയാണ്. ഇന്നും സമൂഹത്തിൽ പല തിന്മകളും പല പ്രശ്നങ്ങളും ഓരോ ദിനവും ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പല തിന്മകൾ സമൂഹത്തെ കാർന്നു തിന്നുകയാണ്. വളർന്നു വരുന്ന യുവതലമുറ, വളർന്നു വരുന്ന കൗമാരത്തിൽപ്പെട്ടവരെ, പ്രായമായവരെ ഒക്കെയും ബാധിക്കുന്ന പല തിന്മകളും. മദ്യപാനവും മയക്കുമരുന്നും മാത്രമല്ല, ഇന്ന് ഇൻ്റർനെറ്റും യൗവനക്കാരെയും കൗമാരക്കാരെയും വളരെയധികം സ്വാധീനിക്കുകയാണ്. ഒരു ഭാഗത്ത് നല്ലതാണെങ്കിലും അതിനടിമകളായി പല രീതിയിലുള്ളതായ തിന്മകൾക്ക്, ദോഷങ്ങൾക്ക് വശംവദരാകും. അനീതിയും അക്രമവും കൊലപാതകവും ഒക്കെ സമൂഹത്തിൽ നടമാടുമ്പോൾ ഇതൊന്നും നമ്മെ ബാധിക്കുന്നില്ല എന്നുള്ള ചിന്തയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ഈ വിശുദ്ധൻ്റെ പെരുന്നാൾ ആഘോഷിച്ചതുകൊണ്ട് അർത്ഥമല്ല. നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ കുടുംബങ്ങളിലെ, നമ്മുടെ ഇടവകയിലെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ രാജ്യത്തിലുള്ള തിന്മകളെ മനസ്സിലാക്കി അതിനെതിരെ ശബ്ദമുയർത്തുവാനും നമ്മാൽ കഴിയുന്ന രീതിയിൽ നന്മയിൽ വളരാനും സാധിക്കുമ്പോഴാണ് ഈ വിശുദ്ധൻ്റെ പെരുന്നാൾ ആഘോഷം അർത്ഥവത്താകും. അപ്രകാരം പെരുന്നാൾ ആഘോഷിക്കുവാനായിട്ട് നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി തീരുവാനായിട്ട് ഇടയാക്കട്ടെ ഈ പെരുന്നാൾ ആഘോഷമെന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.